ദേ ഇയാളെ കടലിന്ന് കയറിയ ചെമ്പൻകുഞ്ഞു മരക്കാരെ പോലെയാ. ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഒരു വെപ്രാളം. സത്യം പറഞ്ഞ ഈ കല്യാണാലോചന ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടത്. ഇവർക്ക് പണത്തിനോടുള്ള ഈ അത്യാഗ്രഹം കണ്ടപ്പോ ഈ അഭിപ്രായം എനിക്ക് ആദ്യമേ തോന്നിയതാ. അയ്യോ, നിങ്ങൾ അങ്ങനെ മാറ്റി ചിന്തിക്കല്ലേ. മാറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. ഞങ്ങളുടെ കുട്ടി നിങ്ങളെ ചെക്കനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ആ ഒരു ദൗർബല്യം മുതലെടുത്ത് ഞങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കരുത്. മീനാക്ഷി ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാ, അതുകൊണ്ടാ ഞങ്ങൾ ഇത് ക്ഷമിക്കുന്നത്. പണിക്കരെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നറിയാം. താനൊരു വരാന്ത ഫാദർ ആണെന്ന് ഈ കൈമളിന് മനസ്സിലായി. ഈ സ്ത്രീയുടെ ഭരണത്തിൽ ഞങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങൾ ഈ നിൽക്കുന്നവരുടെയൊക്കെ സൗമ്യവും മര്യാദയൊക്കെ അങ്ങ് മാറും. പിന്നെ വാക്കുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം തോക്കുകൊണ്ടായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ പണം ഇവിടെ തന്നെ കാണും, അതെവിടെയും പോവില്ല. അത് നിങ്ങൾക്ക് തന്നെ തരും. ഇത് ചെമ്പകമംഗലത്തുകാരുടെ വാക്കാ. എന്നാ പിന്നെ ഞങ്ങള് മുറിയിലേക്ക് പൊക്കോട്ടെ. ആയിക്കോട്ടെ, അവിടെ പോയി AC ഒക്കെ ഇട്ട് കിടക്ക്. സമയാസമയങ്ങളില് ഫുഡ് അങ്ങോട്ട് എത്തിക്കാം. ചെല്ല് വാ വാ ചെല്ല്. ഈ പോയ അലവലാദികളുടെ സന്തതിയല്ലേ ഈ മാർക്കടൻ. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? നമ്മൾ വിളിച്ച ജോത്സ്യർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ജോത്സ്യരെ വിളിച്ച് വിവാഹ തീയതിയും മുഹൂർത്തവും കുറിപ്പിക്കാം. ആ രാമഭദ്ര, അതിനു വേണ്ട നടപടികൾ ചെയ്യൂ. വിളിക്കാം. മുത്തശ്ശി, എന്റെ പരിചയത്തിലൊരു ജോത്സ്യനുണ്ട്. വേണമെങ്കിൽ ഞാൻ അയാളെ വിളിക്കാം. അയ്യടാ ഫസ്റ്റ് ഇവനെ പെണ്ണ് കെട്ടാനുള്ള തിക്കുമുട്ടല. അതൊന്നും വേണ്ട. പഴയ ജോലിച്ചർക്ക് അന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായിരിക്കും. ഞാൻ ഒന്നുകൂടെ വിളിക്കാം. വിളിക്കട്ടെ അമ്മേ? ആ വിളിക്കട്ടെ. ഈ പണം ഇവിടെ തന്നെ കാണും, അതെവിടെയും പോവില്ല. അത് നിങ്ങൾക്ക് തന്നെ തരും. ഇത് ചെമ്പകമംഗലത്തുകാരുടെ വാക്കാ. ഉറപ്പായിട്ടും വരുമല്ലോ അല്ലേ? ആ ഓക്കെ.
വൈശാഖാണല്ലോ, എന്തോ കാര്യം ഉണ്ടാവും. പറയൂ വൈശാഖ്. ആൻറ്റി, നമ്മൾ പറയുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. പിന്നെ കടുംപിടുത്തോ മുത്തശ്ശിക്ക്. ആര്? രാജലക്ഷ്മി അമ്മയ്ക്കോ? ആ, കല്യാണ തീയതി കുറിപ്പിക്കാതെ പണം കയ്യിൽ തരില്ലെന്നാ പിടിവാശി. നന്ദിനിക്കോ? അവർ പണം കൈമാറാൻ തയ്യാറായി വന്നതാ. പക്ഷേ മുത്തശ്ശി സമ്മതിക്കുന്നില്ല. പണം കയ്യിൽ കിട്ടാതെ മൈഥിലിയുമായിട്ട് മുങ്ങാനും പറ്റില്ലല്ലോ. ആൻറ്റി, ഞാനൊരു ബെറ്റർ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ ഐഡിയ? ആൻറ്റി, തീയതി കുറിപ്പിച്ച ആ നിമിഷം പണം എൻ്റെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഒരു ഗജ ഫ്രോഡ് ജോൾസിനെ ഞാൻ അങ്ങ് ഇറക്കും. അയാളെ ഇറക്കി പരമാവധി മുന്നോട്ട് തള്ളിയ ഒരു കല്യാണ തീയതി അങ്ങ് കുറിപ്പിക്കാം. അത് കഴിഞ്ഞ് ഞാനും മൈഥിലിയും കൂടെ ആരും അറിയാതെ ഒരു മുങ്ങങ്ങ് മുങ്ങും. ഐഡിയ സൂപ്പറാ. പക്ഷേ ഇതിൽ എന്റെ കോൺട്രിബ്യൂഷൻ കൂടി വേണ്ടേ? വേണം. ജോൾസിന് ഞാൻ തരും. ഗജഫ്രോഡല്ല, അതുക്കും മേലെ. ഞാനൊരു ജോൾസിനെ അടിമപ്പണിക്ക് വിലക്കെടുത്തിട്ടുണ്ട്. അല്ല, അരിക്കൊമ്പനേക്കാൾ വലിയ ഗജഫ്രോഡാണോ? അരിക്കൊമ്പൻ ഗുണ്ടയല്ലല്ലോ, ഹീറോയിസമുള്ള അധോലോക നായകനല്ലേ. എന്റെ അടിമയായ ഈ ജോൾസിന് ഞാൻ നിന്റെ നമ്പർ കൊടുക്കും. അയാൾ നിന്നെ വിളിക്കും. കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ ഗജഫ്രോഡിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഓക്കെ ആൻറ്റി, ഓക്കെ. ആ പിന്നെ മറ്റൊരു കാര്യം കൂടി. മുങ്ങുന്ന കൃത്യസമയം മുമ്പേ അറിയിച്ചാൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഏർപ്പാടാക്കി തരും. താങ്ക് യു ആൻറ്റി. തീർന്നില്ലടാ. ബാംഗ്ലൂരിൽ ചെന്നാലേ അവിടെ ഒരാഴ്ച സുഖവാസത്തിനുള്ള സൗകര്യം കൂടി എന്റെ ചെലവിൽ ഞാൻ ചെയ്തു തരും. സന്തോഷായില്ലേ? സന്തോഷായി, വലിയ സന്തോഷം. എനിക്ക് സന്തോഷമാകൂടാ. ചരിത്രം ആവർത്തിക്കല്ലേ ചെമ്പകമംഗലത്ത്. ആ തറവാട് ഇടിഞ്ഞു പൊടിഞ്ഞു തകരുന്നതും അവിടുത്തെ മനുഷ്യര് ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും എനിക്ക് കാണണം. ഈ ഇന്ദ്രജ അത് കാണും. നമസ്കാരം. നമസ്കാരം. അല്ല, ഇന്ദ്രജ മാഡം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താടി നീ ഇത്ര താമസിച്ചേ? ടൗണിൽ നിന്ന് കടന്നു കിട്ടണ്ടേ? വല്ലാത്ത ട്രാഫിക് ബ്ലോക്കാ. ആ വാ, അല്ലെങ്കിൽ ഇതുവഴി പോ. വാ. എന്തു പറ്റി ജോത്സരെ? ഈ അടുത്തെങ്ങും നല്ലൊരു മുഹൂർത്തം കാണുന്നില്ലല്ലോ അമ്മേ.
എന്നാൽ അല്പം മുമ്പോട്ട് തള്ളി നോക്ക്. യഥാർത്ഥത്തിൽ വയസ്സുകൊണ്ട് മീനാക്ഷിക്ക് കല്യാണപ്രായം ആയിട്ടില്ല. അതുകൊണ്ട് കല്യാണ തീയതി കുറെ കൂടെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അതാ അതിൻ്റെ ശരി. നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോയി ഒരു നല്ല മുഹൂർത്തം നോക്കാം. ഞാൻ താക്കോൽ അവിടെ തന്നെ ഉണ്ടോ നോക്കട്ടെ. ഒന്ന് വേഗം ആവട്ടെ, നിന്റെ പുതുമണവാളം വന്ന് ആകെ കുഴപ്പമാവും. ഇത് മറ്റെവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കാം. ആ ശരി, നീ വാ. ഈ കല്യാണത്തിന് മുഹൂർത്തം ഇല്ല. ഈ രണ്ടെണ്ണത്തിനെ ദൈവത്തിന് പോലും വേണ്ടാത്തവരെ. ചുമ്മാ കിട്ടുന്നില്ല ജോത്സരെ. കിട്ടുന്നില്ല. ഒന്നുകൂടി നോക്കാം. ഈ നാളുകൾ വെച്ച് നോക്കുമ്പോ ഈ വരുന്ന ചിങ്ങമാസത്തിലെ ഒരു ശുഭമുഹൂർത്തമുള്ളൂ. അതായത് മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം. അതായത് 6 മാസത്തിനകം അത്രയ്ക്ക് നീണ്ടു പോവോ? ചിങ്ങത്തിലെ ശുഭമുഹൂർത്തമുള്ളൂ. കുറിപ്പിക്കാലോ. അതിപ്പോ കുറച്ച് നീണ്ടുപോയെന്നല്ലേ ഉള്ളൂ, സാരമില്ല അല്ലേ? നോക്ക്. അത് നല്ലതാണെന്ന എൻ്റെ അഭിപ്രായം. എന്നാ കുറിക്കു ജോത്സരെ. ദൈവം നിശ്ചയിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തെ കല്യാണം നടക്കൂ. അതായത് ഇംഗ്ലീഷ് മാസം സെപ്റ്റംബർ മാസം 10-ാം തീയതി ഉദിച്ച് 10:30-ക്കും 11:30-ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ താലികെട്ട് ചടങ്ങ്. കൊള്ളാലേ? അതിന് തലേ ദിവസം സെപ്റ്റംബർ 9-ാം തീയതി മഞ്ഞൾ കല്യാണം.
അപ്പോ 9-ന് മഞ്ഞൾ കല്യാണവും 10-ന് കല്യാണവും അല്ലേ? അതെ. ആ ഇനി ഒന്നും ആലോചിക്കാനില്ല. കുറിക്ക് ജോത്സരെ. പൈസയുടെ കാര്യം ചോദിക്കും മനുഷ്യ. നിക്ക അമ്മേ, അപ്പോ ഇവരുടെ കാര്യം? ആ കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് കല്യാണ തലേന്ന് ഹൽദിക്ക് നിങ്ങൾക്കുള്ള പണം കൈമാറും. എൻ്റെ ഈശ്വര, ആ പ്ലാനും പൊളിഞ്ഞല്ലോ. ആ അമ്മേ, അമ്മ ഉറങ്ങിക്കാണോന്ന് ഞാൻ സംശയിച്ചു. ഇല്ല മോനെ, ഉറക്കം വരുന്നില്ല. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചിലർക്ക് ഉറങ്ങാനേ പറ്റില്ല. അമ്മയ്ക്കിപ്പോ സന്തോഷം ആയതുകൊണ്ടായിരിക്കും ഉറങ്ങാൻ പറ്റാത്തത്. മോനെ, എനിക്കിപ്പോ സന്തോഷമാണെങ്കിലും ആലോചിക്കുമ്പോ അതിലേറെ സങ്കടോ. എന്താ അമ്മേ? അതെന്താന്ന് വെച്ചാ, മീനാക്ഷി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏറെ നാളുകളായിട്ടില്ല. ഒരു മകൾക്ക് പകർന്നു കൊടുക്കേണ്ട സ്നേഹവാത്സല്യങ്ങൾ എനിക്കവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ സ്നേഹം എനിക്ക് വേറെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹിച്ച് തീരും മുൻപേ അവൾക്ക് മറ്റൊരവകാശം വരുമ്പോ സ്വാഭാവികമായും എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ മോനെ? അമ്മ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാ. പിന്നെ മക്കളുടെ സന്തോഷല്ലേ ഏതൊരമ്മയുടെ സന്തോഷം. അത് വെച്ച് നോക്കുമ്പോ ഈ അമ്മ ഭാഗ്യവതിയാ മോനെ. എന്റെ 2 മക്കൾക്കും സന്തോഷം നിറഞ്ഞ ജീവിതമാണല്ലോ. എന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നു. അവള് കല്യാണം കഴിച്ച് വൈശാഖിന്റെ കൂടെ പോട്ടെ. അമ്മയ്ക്ക് ഒരു മകനില്ലേ എപ്പോഴും കൂടെ? അതെ, അതാണ് അമ്മയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ കാർത്തി അമ്മയുടെ മനസ്സൊന്നിടറിയാൽ, അമ്മയുടെ കണ്ണൊന്ന് നനഞ്ഞാൽ ആ നിമിഷം അമ്മയുടെ മുന്നിലെത്തുന്ന എന്റെ പൊന്നുമോൻ. അത് ശരി. അപ്പോഴേക്കും കരഞ്ഞോ? ഇനി എനിക്കൊരു മഹാഭാഗ്യം വരുന്നു. അമ്മ അച്ഛമ്മയാവുക. അത് കുഞ്ഞു മോനാണോ മോളാണോ ആരായാലും ഇനി ഞാൻ ലാളിച്ച് വളർത്താൻ പോകുന്ന അതിനെയാ. നിന്നെ പാടി ഉറക്കിയ താരാട്ടുകൾ അമ്മയുടെ മനസ്സിലിങ്ങനെ ഈണമായി ഒഴുകുക. എന്നെ പോലെ പുണ്യം ചെയ്ത വേറൊരു സ്ത്രീ ഈ ഭൂമിയിൽ ഇല്ലെന്ന് തന്നെ എനിക്കിപ്പോ തോന്നുക. അമ്മേ, വേറൊരു കാര്യം പറയാനാ ഞാനിപ്പോ അമ്മയെ തിരക്കി വന്നത്. എന്താ മോനെ? അമ്മ നാളെ രാവിലെ ഒരുങ്ങിയിരിക്കണം. ഏറ്റവും നല്ല സാരി ഉടുത്ത് ഒരു സുന്ദരി അമ്മയായി എന്റെ കൂടെ ഒരിടം വരെ വരണം. എവിടേക്കാ മോനെ? കല്യാണത്തിന് നമുക്ക് ആദ്യം ക്ഷണിക്കേണ്ടത് ഒരു VIP-യെ. എവിടേക്കാ മോനെ? കല്യാണത്തിന് നമുക്ക് ആദ്യം ക്ഷണിക്കേണ്ടത് ഒരു VIP-യെ. ആ VIP-യെ ക്ഷണിക്കാൻ നമുക്ക് ഒരുമിച്ച് പോണം. ആരാടാ മോനെ VIP? വല്ല IG-യോ മറ്റോ ആണോ? അതൊക്കെ നേരി കാണുമ്പോ അറിഞ്ഞാ മതി. എന്തായാലും അമ്മ പോവാൻ തയ്യാറായിക്കോ. ഞാൻ രാവിലെ വരാം.
ഇതെന്താ മോനെ, ഇവിടെയാണോ ഐ ജി? നീ പറഞ്ഞ VIP? ഇവിടെ ഒരു VIP ഉണ്ടമ്മേ. കഷ്ടകാലം കൊണ്ട് ഇരുമ്പഴിക്കുള്ളിലായി പോയൊരു VIP. ജയറാമങ്കിൾ. മോനെ, മീനാക്ഷിയുടെ കല്യാണത്തിന് ആദ്യ അവസാനം ഉണ്ടാവേണ്ട ആള് അവളുടെ അച്ഛന്. ആ കല്യാണത്തിന് ആദ്യം ക്ഷണിക്കേണ്ടതും അവളുടെ അച്ഛനെ തന്നെയാ. മീനാക്ഷിക്ക് വലിയ സങ്കടങ്ങളുണ്ടമ്മേ. ഈ ചടങ്ങുകളിലൊന്നും അവളുടെ അച്ഛനില്ലാത്തതില്. ഏതൊരു മകളുടെയും ആഗ്രഹമല്ലേ അമ്മേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കുക?